கேரளாவின் அங்கமாலி அருகே உள்ள கிடங்கூர் மகாவிஷ்ணு கோவிலில் பரிதாபகரமான யானை தாக்குதல். மே 1ஆம் தேதி காலை சுமார் 9:45 மணியளவில் கோவில் யானையான மையநாடு பார்த்தசாரதி மதம் பிடித்து கட்டுப்பாட்டை இழந்து கோவில் வளாகத்தில் பரபரப்பை ஏற்படுத்தியது. யானையை கொண்டு வந்த கொல்லத்தைச் சேர்ந்த லாரி டிரைவர் விஷ்ணு வயது 40 உயிரிழந்தார். பாகன் பிரதீப் கடுமையாக காயமடைந்தார். ஆவேசமடைந்த யானை கார்கள் புரட்டியதுடன் இருசக்கர வாகனங்களை சேதப்படுத்தி கோவில் சுற்றுச்சுவரின் ஒரு பகுதியையும் இடித்தது. பக்தர்கள் மற்றும் பொதுமக்கள் மத்தியில் பெரும் அச்சம் நிலவியது. சுமார் 2 மணி நேர போராட்டத்திற்குப் பிறகு வனத்துறை அதிகாரிகள் மற்றும் போலீசார் மயக்க ஊசிகள் மூலம் யானையை கட்டுப்பாட்டுக்குள் கொண்டு வந்தனர். വാഹനങ്ങൾ ആളുകൾക്ക് നേരെ മരങ്ങൾ ഇതൊക്കെ ആക്രമിക്കാനുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞ അതിനെ തളർത്തുക എത്തിയിട്ടുണ്ട്. പൂർണ്ണമായും എന്താണ് അത് ചെയ്യുന്നത് അല്ലെങ്കിൽ വീണ്ടും അതിനുശേഷം വീണ്ടും അത് പിന്നെയും സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഒരു തരത്തിലും ആനയെ തളയ്ക്കാനാകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെ പ്രദേശത്തെ ആളുകൾക്ക് വലിയ ആശങ്കയിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളാണ്. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു വ്യക്തത ആർക്കും വന്നിട്ടില്ല. ആ കാറ് പൂർണ്ണമായും, അതായത് കാറ് ആ വീടിന്റെ മതിലിനോട് ചേർന്ന് ആ കാറ് ഇന്ത്യ തള്ളി കൊണ്ടുവന്ന് അവിടെ ഇട്ടിപ്പോൾ അത് വീണ്ടും ചവിട്ടുന്ന കാഴ്ചയാണ് കാണുന്നത്. വീണ്ടും മറച്ചിടാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഈ പാപ്പന്മാരും അതോടൊപ്പം ടാസ്ക് ഫോഴ്സ് ആളുകളും അല്ലാതെ മറ്റാർക്കും അങ്ങോട്ട് കളിക്കാൻ പറ്റില്ല. അവരെ പോലും വളരെ വലിയ ഒരു 150 മീറ്റർ അല്ലെങ്കിൽ 20 മീറ്റർ ഒക്കെ അപ്പുറത്തായിട്ടാണ് നിൽക്കുന്നത്. ആ വീടിന്റെ അതിലൊക്കെ പൂർണ്ണമായും അതൊരു ഭയങ്കരമായിട്ട് മോശമാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് കാര്യത്തിൽ വ്യക്തം ഭയങ്കര ആശങ്ക ഇവിടെ നിന്ന് ഇത് കാണുമ്പോഴുണ്ട്. കാരണം തൊട്ട് സമീപത്തൊക്കെ ബിൽഡിങ്ങുകളും അതിന്റെ പദ്ധതികളും ഒക്കെ ഉണ്ട്. അങ്ങോട്ടേക്ക് പെട്ടെന്ന് സ്ഥിതിഗതികൾ രൂക്ഷമായിട്ട് ഏകദേശം 1.5 മണി തളയ്ക്കാൻ പറ്റിയതാണ് നമുക്ക് മനസ്സിലാവുന്നത്. மேலும் இப்படி பல வீடியோக்களை பார்க்க எங்கள் சேனல் சப்ஸ்கிரைப் செய்யவும், தொடர்ந்து அப்டேட்களுக்கு ஃபாலோ செய்யவும்.